അതുകൊണ്ടാണ് ബിസിനസ്സുകാരിൽ നിന്ന് എഴുത്തുകാരും നല്ല കലാകാരന്മാരും ഉണ്ടാവാത്തത്. യേശു സംസാരിച്ച പോലെയല്ലല്ലോ മുഹമ്മദ് സംസാരിച്ചത്. മുഹമ്മദ് സംസാരിച്ച പോലെയല്ല മാർക്സ് സംസാരിച്ചത്. ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ച ചോദ്യം, എന്തിനാണ് എഴുതണത്? ലോകത്തിലെ അനുഭവങ്ങൾ പെണ്ണിന് വളരെ കുറച്ചേ കിട്ടും, പ്രത്യേകിച്ച് ഇന്ത്യൻ പെണ്ണിന്. സ്ത്രീകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് അവരുടെ സൗന്ദര്യം കൊണ്ടും ഈ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ദാരിദ്ര്യം കൊണ്ടും ആണ് എന്ന് സൂചിപ്പിച്ചു. വിലാസിനി എഴുതി തെളിഞ്ഞതിന് ശേഷമല്ലേ പുറത്ത് വന്നിട്ടുള്ളൂ. അത് പ്രത്യേകിച്ച് മലയാളിക്ക് ഒരു ഭയങ്കര ദാരിദ്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണത്. അത് യൂറോപ്പിൽ നടക്കില്ല. അത് യൂറോപ്പിൽ ആവശ്യമില്ല. ഇപ്പോൾ സമുദ്രിക്ക എഴുത്തുകാരൻ എന്ന പോലെ തന്നെയാണ് സമുദ്രിക്ക ഒരു ഓൺട്രപ്രണറാണ്. സമുദ്രിക്ക ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് സത്യത്തിൽ? ഈ കല അത് എല്ലാ നല്ല പ്രവൃത്തിയിലും വേണ്ടതാണ്. ആശാരിപ്പണിയായാലും കൊശവൻ്റെ പണിയായാലും ഏത് പണിയിലും കല വേണം, ഭാവന വേണം. അത് ബിസിനസ്സിലും അത് കൂടിയേ തീരൂ. ബിസിനസ്സുകാർക്ക് പറ്റണത് എന്താണെന്ന് വെച്ചാൽ അവർ മുഴുവൻ 100% ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാരണം അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബിസിനസ്സുകാരിൽ നിന്ന് എഴുത്തുകാരും നല്ല കലാകാരന്മാരും ഉണ്ടാവാത്തത്. അത് ബിസിനസ്സുകാരൊക്കെ ഒന്നിനും കൊള്ളില്ലാത്തവരായിട്ടല്ല, നല്ല കഴിവുണ്ടെങ്കിലേ ബിസിനസ്സുകാരനാവാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല കൃഷിക്കാരനെ പോലെ കൃഷിക്കാരന് എഴുതാൻ പറ്റുമെങ്കിൽ, തകഴിക്ക് എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ അതുപോലെ യൂസുഫ് അലിക്കും എഴുതാൻ പറ്റുമായിരിക്കും. അയാൾക്ക് സമയം ഉണ്ടാവില്ല അതിനുള്ള. അത്രയേ ഉള്ളൂ. ബിസിനസ്സിൽ ഭാവന പാടില്ല, ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുന്ന വെറുതെ തെറ്റാ. അതുപോലെ ഞാൻ നിങ്ങളെ അടുത്ത് നിരീക്ഷിച്ച ഒരു കാര്യമാണ് ഈ കുറേ ചെടികളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പ്രകൃതിയെക്കുറിച്ചൊക്കെ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഇവിടെ തന്നെയുള്ള ഒരു അടുതാപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഈ അന്യം നിൽക്കുന്ന അങ്ങനത്തെ ഒരു ടേസ്റ്റ് വരാനുള്ള ഒരു കാരണം എന്താ? പ്രധാനമായിട്ടും എൻ്റെ വല്യപ്പ ചെടികളെയും മരങ്ങളെയൊക്കെ സ്നേഹിക്കുകയും എൻ്റെ ഒപ്പം എന്നെ കൊണ്ട് നടന്ന് അതിന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ആളായിരുന്നു. ഒരു കാരണം അതായിരിക്കാം. പിന്നെ ചെറുപ്പകാലത്ത് എൻ്റെ വായനയിൽ സ്വാധീനിച്ചിരുന്ന AP ഉദയഭാനു ഒരു ആദ്യകാലത്ത് ഈ പ്രകൃതി സ്നേഹം എന്നൊക്കെ പറഞ്ഞ് മലയാളി ഹരം കൊള്ളാത്ത ഒരു പഴയ കാലത്ത് പ്രകൃതിയെക്കുറിച്ച് നിരന്തരം എഴുതിയിരുന്ന ഒരാളാണ് ഉദയഭാനു. ബഷീർ എന്നെ സ്വാധീനിച്ചിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. അദ്ദേഹം എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ, പാമ്പനെ ആയിക്കോട്ടെ ഉറുമ്പിനെ ആയിക്കോട്ടെ ഒക്കെ അതിനെയൊക്കെ ഭയങ്കരമായിട്ട് പൊലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്നാണ് എനിക്ക് പ്രകൃതിയോടുള്ളൊരു ആഭിമുഖ്യം ഉണ്ടായതെന്ന് തോന്നുന്നുണ്ട്. അത് മാത്രമാണ് കാര്യം. ഈ കുട്ടിക്കാലത്ത് ചെറുപ്പം മുതലേ ഉണ്ട്. ഞാനിപ്പോൾ ആലോചിച്ചാൽ ഇപ്പോൾ ഇവിടെ മുളകുണ്ട്. ചെറുപ്പം മുതലേ മുളക് വളർത്തൽ എന്തുകൊണ്ടോ എനിക്ക് വലിയ ഹരമായിരുന്നു. അതെങ്ങനെ ഉണ്ടായതെന്ന് വെച്ചാൽ എന്തോ അറിയില്ല, എൻ്റെ കുട്ടികൾക്കൊന്നുമില്ല. ഈ നമ്മളിപ്പോൾ നേരത്തെ ഇതിൻ്റെയൊക്കെ മുന്നേ നമ്മൾ സംസാരിച്ചൊരു വിഷയമുണ്ട്, ഭാഷയിലെ മാറ്റം. ഇപ്പോൾ ഈ പിന്നെ ശരറാന്തൽ തിരിതാഴും അഴകിൻ കുടിലിൽ എന്ന് പറഞ്ഞ് ഇപ്പം എത്ര കുട്ടികൾക്ക് ശരറാന്തൽ തിരിച്ചറിയും? അപ്പോൾ മെറ്റഫറുകൾ മാറണ്ടേ? ഇപ്പോഴും ഇപ്പോൾ ഈ വേടനിലേക്ക് തന്നെ വീണ്ടും വരാം. ഇപ്പോൾ പുതിയ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അവാർഡ് ഈ ഹിരൺദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെറുപ്പക്കാരന് കൊടുത്തതിൽ വയലാറിന് കിട്ടിയ P. ഭാസ്കരന് കിട്ടിയ യൂസഫ് അലി കച്ചേരിക്കും പിന്നെ ഒക്കെ, അതായത് ഈ ഇവർ പറയുന്ന ശുദ്ധ മലയാളം എന്ന് ഒരു വിഭാഗം അവകാശപ്പെടുന്ന മലയാളം എഴുതിയതിന് കിട്ടിയിട്ടുള്ള അവാർഡുകൾ സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൻ്റെ ഭാഷയിൽ എഴുതിയ ഒരാൾക്ക് കൊടുത്തതിനെ കുറിച്ചിട്ട് ഭയങ്കര വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനെക്കുറിച്ചിട്ട് എന്ത് തോന്നുന്നുണ്ട്? ഇപ്പം ഭാഷയുടെ മാറ്റം, ഭാഷ മാറേണ്ടതില്ലേ? ഉണ്ടല്ലോ. യേശു സംസാരിച്ച പോലെയല്ലല്ലോ മുഹമ്മദ് സംസാരിച്ചത്. മുഹമ്മദ് സംസാരിച്ച പോലെയല്ല മാർക്സ് സംസാരിച്ചത്. ആ കാലഘട്ടത്തിനനുസരിച്ച് കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അതിന് യോജിച്ച ഭാഷയിൽ സംസാരിക്കണം. അതുകൊണ്ടാണ് ചങ്ങമ്പുഴ സംസാരിച്ച പോലെ ചങ്ങമ്പുഴ പാടിയ പോലെ ONV പാടാത്തത്.
ഒരേ കാലത്ത് മാറണം. വേടൻ്റെ ഭാഷ മനസ്സിലാക്കാൻ കഴിയാത്ത കുറേ ആളുകൾ അതിനെക്കുറിച്ച് ഈ ജാതിയും മതവും ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുകയാണ്. വേടൻ ശരിക്കും ആളുകളെ ആവേശം കൊള്ളിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിനു മുമ്പ് പല കവികൾക്കും പറ്റാതിരുന്ന വിധം ആവേശം കൊള്ളിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. എനിക്കും അത് അത്രയും മനസ്സിലാവില്ല എന്ന് കരുതി ഞാൻ ആക്ഷേപിക്കാൻ പോകരുതല്ലോ. ജനങ്ങൾക്ക്, പുതിയ തലമുറക്ക് അതാണ് മനസ്സിലാവേണ്ടത്. അവരുടെ ഭാഷയിലാണ് അത് സംസാരിക്കേണ്ടത്. അതിൻ്റെ സ്റ്റെപ്പുകൾ, അതിൻ്റെ ആംഗ്യങ്ങൾ ഒക്കെയാണ് കാണിക്കേണ്ടത്. ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ 3 നോവൽ എഴുതി. ഇനി പുതിയതായിട്ട് അങ്ങനെ എഴുത്തിൻ്റെ പണിയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് എപ്പോഴും കഥകളുണ്ടെന്ന് തോന്നുന്നു. എല്ലാ കാലത്തും കഥകൾ തലച്ചോറിൽ ഇങ്ങനെ ഉണ്ട് എനിക്കെപ്പോഴും. എനിക്ക് തോന്നുന്നത് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ കഥകളിലൂടെയാണ് സംസാരിക്കാറെന്ന് തോന്നുന്നു. അപ്പോൾ കഥകൾക്കൊരു കുറവില്ല. എൻ്റെ മനസ്സിൽ വേണമെങ്കിൽ 3 നോവലെങ്കിലും ഇപ്പോഴും ഉണ്ട് എൻ്റെ തലച്ചോറിൽ. പിന്നെ ആകെ അലട്ടുന്നത് എന്തിന് എഴുതണം എന്നുള്ളതാണ്. ഇതെൻ്റെ ഒരു സുഹൃത്ത്, നല്ല വായനക്കാരനായിട്ടുള്ള ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ച ചോദ്യം, എന്തിനാണ് എഴുതണമെന്ന്. ആ ചോദ്യം ഇപ്പോൾ ശരിക്കും എന്നെ അലട്ടുന്നുണ്ട്. എന്തിനാണ് ഇത്രയും അനുഭവിക്കാമെന്നല്ലാണ്ട് അതിന് റിസൾട്ട് ഉണ്ടാവണില്ല എന്നുള്ള തോന്നലുണ്ട് എനിക്ക്. ഇതിൻ്റെ ഉത്തരം ഈ നമ്മളെ ഈ സംസാരത്തിൻ്റെ ആദ്യത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഒരു നോവൽ വായിക്കപ്പെടുന്നത് ആ കാലത്തല്ല, ഒരുപാട് കാലം കഴിഞ്ഞിട്ടാവുന്നുള്ള ഉത്തരം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഒന്ന് ഓർമ്മിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇല്ലേ? ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ. അതായത് ഒരു നോവൽ അതാത് കാലത്താണ്. മാർസിൻ്റെ കാലത്ത് തന്നെ, മാർക്കേസിൻ്റെ കാലത്ത് തന്നെ വായിക്കപ്പെട്ടിട്ടുണ്ട്. ചന്തുമേനോൻ്റെ കാലത്ത് തന്നെ ഇന്ദുലേഖ വായിക്കപ്പെട്ടിട്ടുണ്ട്. ആ കാലത്ത് തന്നെ അല്ല, പക്ഷേ ഈ കാഫ്കയുടെ ഒക്കെ ഒരു ഇത് നേരെ തിരിച്ചല്ലേ. കാഫ്ക ജീവിച്ചിരുന്ന കാലത്ത് കാഫ്കയെ വായിച്ചിട്ടില്ലല്ലോ. കാഫ്ക എത്രയോ കാലം കഴിഞ്ഞിട്ടില്ലേ കാഫ്കയെ ആളുകൾ വായിക്കുന്നതും കാഫ്കനെ കുറിച്ചിട്ട് പിന്നീട് നിരൂപണങ്ങൾ എഴുതുന്നതൊക്കെ. ഞാനിപ്പോൾ ഈ നമ്മളെ സംസാരത്തിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്ന ഒരു കാര്യമാണ്, തെറ്റിദ്ധാരണ ഉണ്ടാവരുതല്ലോ. ഈ സ്ത്രീകളുടെ എഴുത്തിനെ കുറിച്ചിട്ട്, പെണ്ണെഴുത്തുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ മാധവിക്കുട്ടി ഒരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ മാധവിക്കുട്ടിയുടെ എഴുത്ത് പെണ്ണായിരുന്നത് കൊണ്ടാണോ മാധവിക്കുട്ടിയുടെ എഴുത്ത് ശ്രദ്ധിക്കപ്പെട്ടു എന്നൊക്കെ സംശയം തോന്നാം. അപ്പോൾ അതൊന്നും ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് എന്താണ് എന്നുള്ള അറിയാനുള്ള ഒരു ഇതിൽ ചോദിക്കുകയാണ്. പെണ്ണിന് മാത്രം എഴുതാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും പെണ്ണിന് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ലോകത്തിലെ അനുഭവങ്ങൾ പെണ്ണിന് വളരെ കുറച്ചേ കിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇന്ത്യൻ പെണ്ണിന് ശരിക്കും ജീവിതം അനുഭവിക്കാൻ അവർക്ക് പറ്റില്ല. പല അവസ്ഥയിലും അവർക്ക് അനുഭവിച്ചറിയാൻ പറ്റില്ല. ചില പട്ടണത്തിൻ്റെ ഇരുട്ടടഞ്ഞ കോണുകളിൽ ജീവിതം എന്താണെന്ന് അവർക്ക് അങ്ങനെ അനുഭവിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ പെണ്ണിന് പോരായികളുണ്ട്. എന്നാൽ പെണ്ണിന് മാധവിക്കുട്ടി എന്ന് പറഞ്ഞാൽ അവരെഴുതിയേക്കുന്നത് വേറൊരു ആണിന് എഴുതാൻ പറ്റാത്ത കാര്യങ്ങളാണ് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കപ്പെട്ടത്. അല്ല, ഞാനൊരു ഒന്നും കൂടിയും അതിനെ ഒന്ന് വ്യക്തമായി ചോദിച്ചത്, സ്ത്രീകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് അവരുടെ സൗന്ദര്യം കൊണ്ടും ഈ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ദാരിദ്ര്യം കൊണ്ടും ആണ് എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ എല്ലാവരും അങ്ങനെയാണോ? അല്ല, എല്ലാവരും അങ്ങനെ പറയാം. അല്ല, സുഗതകുമാരി എഴുതിയത് സുഗതകുമാരിക്ക് മാത്രം പറ്റണ ഭാഷയിൽ അത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടല്ലേ. അതിനെ വില കുറച്ച് കാണുന്നില്ല. പക്ഷേ പെണ്ണായി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞാൽ ചതുർവേദിയായി കഴിഞ്ഞാൽ ഉണ്ടാകാൻ കിട്ടുന്ന മൈലേജ് ഒരു സമതിന് കിട്ടില്ല. അതുപോലെ ഒരു മറ്റേ ഏതെങ്കിലും സ്ത്രീനാമം ഇതിൻ്റെ പേരിൽ എഴുതി കഴിഞ്ഞാൽ അത് കിട്ടില്ല. ഇപ്പോഴും പണ്ടും കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണല്ലോ വിലാസിനി എഴുതി തെളിഞ്ഞതിന് ശേഷമല്ലേ പുറത്ത് വന്നിട്ടുള്ളൂ. അത് പ്രത്യേകിച്ച് മലയാളിക്ക് ഒരു ഭയങ്കര ദാരിദ്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണത്. അത് യൂറോപ്പിൽ നടക്കില്ല. അത് യൂറോപ്പിൽ ആവശ്യമില്ല. അവിടെ ഒരു വിധം ഈക്വാലിറ്റി ഉള്ളതുകൊണ്ട് പെണ്ണിൻ്റെ പേരിൽ എഴുതിയാലും ആണിൻ്റെ പേരിൽ എഴുതിയാലും മെറിറ്റ് കിട്ടും. അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് നമുക്ക് തൽക്കാലത്തേക്ക് ഇന്ന് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് ഞാൻ ഈ തുടങ്ങുന്ന സമയത്ത് സമദക്ക് എന്താണ് ആരാണെന്ന് സാധാരണ രീതിയിലൊരു അഭിമുഖം തുടങ്ങുന്ന സമയത്ത് പറയാറുണ്ട്. പക്ഷെ ഞാനത് ബോധപൂർവം പറയാതിരുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ
അറിയേണ്ടത്. സമദ് ഖാനെ അറിയുന്ന ആളുകൾക്ക് അറിയാം, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഇൻ്റർവ്യൂ കേട്ട ഈ വർത്തമാനം കേട്ട നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സമദ് ഖാൻ എന്താണെന്ന്. അപ്പോൾ ഇനിയും മൂപ്പര് എഴുത്തിൻ്റെ ഒരു പാതയിൽ തന്നെ പോവുകയാണ്, വേറെ വർക്കുമായിട്ട് പോവുകയാണ്. നിങ്ങൾ വായിക്കുന്ന ഒരുപാട് ആളുകൾ കാണും, വായിച്ച ഒരുപാട് ആളുകൾ എന്നോട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വായിക്കുന്നില്ല എന്നുള്ളൊരു ധാരണ ഒന്നും ഇല്ല. പക്ഷേ എന്തെന്ന് വെച്ചാൽ ഒരു മുഖ്യധാരയിൽ വേണ്ടത്ര രീതിയിൽ ഇത് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ള ഒരു വായനക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്കുണ്ട്. എന്തായാലും കാലം മാറട്ടെ, ആളുകൾ അറിയേണ്ട കാര്യങ്ങൾ അറിയട്ടെ. നിങ്ങൾ പറഞ്ഞ പോലെ മെറിറ്റുള്ളത്, നമ്മൾ സെൽഫ് പ്രൊമോഷനൊന്നും ഇല്ലെങ്കിലും മെറിറ്റുള്ള സാധനങ്ങൾ അത് വരും എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത വേറൊരു വിഷയമായിട്ട് നമ്മൾ വരാം. നന്ദി, നമസ്കാരം.